ഈ ഒരു കർക്കിടക മാസത്തിൽ ദേഹരക്ഷക്കായി ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എള്ളുണ്ട റെസിപ്പിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിൽ എള്ള് മാത്രമല്ല, എള്ളും അവിലും കടലയും ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. എള്ള് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന വിളർച്ചയെ അകറ്റാനും രക്തക്കുറവ് പരിഹരിക്കാനും തലമുടി തഴച്ച് വളരാനും ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ദിവസവും ഓരോ സ്പൂൺ വെച്ചിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ 250 ഗ്രാം അവിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതവിലായാലും കുഴപ്പമില്ല, മട്ടവിലോ വെള്ളവിലോ ഏതായാലും കുഴപ്പമില്ല. ഒന്നുകൂടെ നല്ലത് മട്ടവിൽ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും. നമ്മളിതിൽ ചേർക്കുന്ന 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഈ ഒരു റെസിപ്പി മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പലതരത്തിലുള്ള അയൺ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഹീമോഗ്ലോബിൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഈ അവില്. അപ്പം അതാ അവില് ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ കയ്യിലെടുക്കുന്ന സമയത്ത് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയാൽ മതി. ഇനി നമുക്കതവിടെ മാറ്റി തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ 250 ഗ്രാം എള്ള് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന 3 ഇൻഗ്രീഡിയൻസും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എള്ള് നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റിയെടുത്തിട്ടാണ് കേട്ടോ വറുക്കാൻ വേണ്ടി എടുത്തത്. വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് കഴുകി ഊറ്റിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇതുപോലെ വറുത്തെടുത്താൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ കുറച്ച് സമയം വേണം കേട്ടോ ഒന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ എള്ള് മാത്രം നമ്മൾ നനച്ചത് കൊണ്ടാണ്. അങ്ങനെ ഏകദേശം ആയി വരുന്നുണ്ട്. ഒരുപാട് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ധാന്യമാണ് കേട്ടോ ഈ എള്ള് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വിളർച്ചയെ അകറ്റാനും രക്തക്കുറവ് പരിഹരിക്കാനും എല്ല് തേയ്മാനത്തിനും കണ്ണിൻ്റെയും തലമുടിയുടെയും ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് എള്ള്. അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിസ്രാവം പോലുള്ള രോഗങ്ങൾക്കും ഒക്കെ നല്ലതാണ്. ഇത് ആർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഷുഗർ ഉള്ളവർ കഴിക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ചേർക്കുന്ന മധുരത്തിൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ അതാ ഏകദേശം നമ്മൾ എള്ള് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതവിടെ മാറ്റി വെക്കാം. അതൊന്ന് തണുത്ത് വരട്ടെ. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കും കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ അതേ പാത്രത്തിലേക്ക് തന്നെ 250 ഗ്രാം കടല കൂടെ ഇട്ട് വറുത്തെടുക്കുകയാണ്. ഇതിനധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇനി നമ്മുടെ കയ്യിൽ ബദാമോ അണ്ടിപ്പരിപ്പോ അതുപോലെ വേറെന്തെങ്കിലും നട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ എള്ളുണ്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊന്നുമില്ല, വെറും എള്ള് മാത്രമേ ഉള്ളെങ്കിലും കുഴപ്പമില്ല. എള്ള് നന്നായിട്ട് വറുത്തിട്ട് ശർക്കരപ്പാനി വെച്ചിട്ട് നമ്മൾ സാധാരണ എള്ളുണ്ട ഉണ്ടാക്കൂലേ, അതുപോലെ ആക്കി കഴിച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കടലയും ഇവിടെ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊട്ടി വരും കേട്ടോ. റോസ്റ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗം നമുക്ക് കണ്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ ഏകദേശം അതും നമുക്കൊന്ന് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ അച്ചാണ് കേട്ടോ, അതുകൊണ്ടാണ് 4 എടുത്തത്. ഈ ഒരു ശർക്കരയുടെ അളവ് ഇതിൻ്റെ മധുരം കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിലേക്ക് പാകമായിട്ടുള്ള മധുരമായിരുന്നു. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കല്ല് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കരയുടെ പകരം കരിപ്പെട്ടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, ഒന്നുകൂടെ നല്ലതാണ്. അങ്ങനെ അതവിടെ തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ധാന്യങ്ങളെല്ലാം ഇവിടെ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിയേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം അവിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു രണ്ട് തവണ ഒന്ന് മിക്സി കറക്കി എടുത്താൽ ഇതുപോലെ ക്രഷ് ചെയ്ത് കിട്ടും. അപ്പോൾ എല്ലാം നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എള്ളൊന്നും അങ്ങനെ ആക്കണമെന്നേ ഇല്ല. എള്ളിനി മുഴുവനോടെ എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനി എള്ളുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഒരു 3 സ്പൂണ് പശുനെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ കൂടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതിലേക്ക് ഇത്ര മതി കേട്ടോ, ഇതാണ് കറക്റ്റ് അളവാണ്. എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്നും വരണ്ട, ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ആയി കിട്ടിയാൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ധാന്യങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ഫുഡൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഈ ജങ്ക് ഫുഡുകളേക്കാൾ എത്രയോ നല്ലതാണ് കേട്ടോ നമ്മൾ വീട്ടിലിങ്ങനെ തയ്യാറാക്കിയാൽ. കുട്ടികളൊക്കെ ബേക്കറി പലഹാരങ്ങളും മിഠായികളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് എള്ളുണ്ട പോലെയോ അല്ലെങ്കിൽ എല്ലാ നട്സും ഇതുപോലെ പൊടിച്ചിട്ട് ആക്കി വെച്ചാലൊക്കെ അവർ കഴിച്ചോളും. നമുക്കും കഴിക്കാമല്ലോ നല്ല ഭക്ഷണം. കുറച്ച് സമയം ഒന്ന് മെനക്കെട്ട് ഒന്ന് മാറ്റി വെക്കണമെന്ന് മാത്രം. എന്നിട്ട് നമ്മൾ നേരത്തെ അലിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി അത് നന്നായിട്ട് അരിച്ചതിന് ശേഷം ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അല്ലേ, എല്ലാ കളറും കൂടെ മിക്സായിട്ട്. എള്ളിൻ്റെയും ഒന്നും ഒരു വേറെ പ്രത്യേകിച്ചൊരു ചവർപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിൽ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി കർക്കിടക മാസം അല്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാലോ. അവിടെ ഉണ്ടാക്കി വെച്ചാൽ ദിവസം ഓരോ സ്പൂണായിട്ട് ഇതിൽ നിന്ന് കോരി കഴിച്ചാൽ മതി. ഇനി എള്ളുണ്ട പോലെ ആക്കി വെച്ചാൽ അങ്ങനത്തെ ഓരോരോ എള്ളുണ്ട നമുക്ക് 1-2 വെച്ച് അങ്ങനെയും കഴിക്കാമല്ലോ. എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായും അതുപോലെ കുറച്ച് ചെറിയ ജീരകവും കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചതച്ചോ പൊടിച്ചോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിലിട്ടാൽ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്ത് അവിടെ ഓഫാക്കി വെക്കുക. ഈ ശർക്കര പാനി ഇതിൽ പിടിച്ചാൽ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മളിത് എള്ളുണ്ട പോലെ അങ്ങനെ ഉണ്ടയാക്കി വെക്കാനാണെങ്കിൽ അധികം തണുത്ത് പോകുന്നതിൻ്റെ മുന്നേ അത്യാവശ്യം ചൂടോടുകൂടി തന്നെ ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. തണുത്താൽ പിന്നെ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. കയ്യിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ പച്ചവെള്ളത്തിൽ മുക്കിയാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് എള്ളുണ്ട പോലെ ആക്കി വെച്ചിട്ട് ബാക്കി ഞാനൊരു കുപ്പിയിൽ അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജലാംശം തീരെ ഉണ്ടാവാൻ പാടില്ല. നമ്മളെടുത്ത് മിക്സിയിലായാലും അതുപോലെ ഇത് സൂക്ഷിക്കുന്ന കുപ്പിയിലായാലും ഒന്നും ഒട്ടും ജലാംശം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം വരെ അതിരിക്കും. ഒരാഴ്ച വരെയെങ്കിലും ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്താണെങ്കിൽ ഒരു 2-3 ദിവസം വരെ വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ എത്ര വേണമെങ്കിലും വെക്കാം കേട്ടോ. ദിവസം ഓരോ സ്പൂണ് വെച്ചാൽ കോരി കഴിച്ചാൽ മതി. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.